അള്ളാഹു സുബ്ഹാനഹു വ തആല 2 അമാനുകൾ അവതരിപ്പിച്ചതാണ്. അമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സുരക്ഷിതത്വം, നിർഭയത്വം. അത് 2 അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ഒന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് ഇസ്തിഗ്ഫാർ, പാപം പൊറുക്കാൻ അള്ളാഹുവിനോട് കേഴൽ തേടൽ, പാപമോചനത്തേട്ടം. ഈ 2 അമാനുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുഅസിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅസിബഹും വഹും യസ്തഗ്ഫിറൂൻ. അപ്പോൾ ഒന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 അൽ ഇസ്തിഗ്ഫാർ. ഇത് 2 അമാനുകൾ അള്ളാഹു ആകാശത്തിൽ നിന്ന് അവതരിപ്പിച്ചതാണ്. ഇതുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ അദാബ് പെയ്തിറങ്ങൂല, അദാബ് വർഷിക്കൂല എന്നുള്ളതാണ്. അതിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് സ്വീകരിക്കപ്പെട്ടു വഫാത്തിലൂടെ. ഇനി ശേഷിക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. വമാ കാന അല്ലാഹു മുഅസിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട് എങ്കിൽ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് അദാബുകൾ വഴിമാറിപ്പോകും. അത് നമ്മളിലേക്ക് ഏൽക്കുകയില്ല, വരികയില്ല എന്നുള്ളതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്.